കാലം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ കസാക്കിസ്ഥാനിലാണ്. ഗൈസ് നോക്കൂ, ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയുടെ അടുത്ത ഭാഗമായുള്ള അടുത്ത രാജ്യത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കസാക്കിസ്ഥാനിലെ ഒരു ബ്ലാക്ക് കാനോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതായത് ഈ കാണുന്ന ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ, നിങ്ങൾ കാണുന്നില്ല എന്ന് എനിക്കറിയാം, ഈ ഗൈസ് ഇന്നലത്തെ കേസ് പറയാം. ഗൈസ് നോക്ക്, ഇന്നലെ എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ വണ്ടി താന്നു. എന്നിട്ട് വീഴുന്ന വഴിക്ക് നമ്മളൊരു വണ്ടിയൊക്കെ പൊക്കി മേലെ കയറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറേ സാധനങ്ങൾ നനഞ്ഞു പോയിട്ടോ. താങ്ക് യു. ഗൈസ് നോക്ക്, ഇവിടെ ഉള്ളവർ എപ്പോഴും ഇതുപോലെ വന്ന് സംസാരിക്കട്ടെ. ഭയങ്കര ക്യൂരിയോസിറ്റിയാ. ഇന്നലെ തന്നെ ബാക്കി പത്രമായി ഷൂകളൊക്കെ നനഞ്ഞു ഇവിടെ ഉണക്കാൻ വെച്ചേക്കുവാണ്. കഴുകി എടുത്ത വണ്ടി ഫുള്ള് കുളമായി പോയി. അങ്ങനെ കുറെ സംഭവിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എന്തായാലും വണ്ടി ഇവിടെ കൊണ്ടുവന്നു. പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ വണ്ടി കുഴിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഒരു വണ്ടീനെ ഇന്നലെ ഞങ്ങൾ വലിച്ചു. പക്ഷെ നമുക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ JCB വിളിച്ചോണ്ട് അത് വലിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ കർത്തവ്യം കഴിഞ്ഞു. ഈ കാണുന്ന ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് പോയിന്റ് ആണ്. അതായത് ഇതുണ്ട്, ബസ്സുകളും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ എന്തോരെ വന്ന് കിടക്കണേന്ന്. അത് ബ്ലാക്ക് കനോൺ, അതായത് ഇവിടെ 2 ടൈപ്പ് കനോൺസ് ഉണ്ട്. അത് നമുക്ക് രണ്ടും കാണാൻ പറ്റും ഇവിടുന്ന്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഈ ഒരു മലനിരകളുടെ ഇടയിൽ ഇതുപോലെ ഒരു കീറലുണ്ടാവും. ഈ കീറലിൻ്റെ ഇടയിൽ കൂടെ ഫ്ലൈ മൗണ്ടൻ പോലത്തെ തന്നെ സംവിധാനം, ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വെള്ളവും അതുപോലെ സംവിധാനങ്ങളൊക്കെ പോകും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു ചിത്രം തരാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിത്രം കിട്ടൂല. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിനെ തുറന്നിട്ട് നടുക്കൂടെ ഒരു പുഴ പോകുന്നു, കറുത്ത അല്ലെ, ഫ്ലൈ മൗണ്ടൻ പോലത്തെ സെറ്റപ്പ്. പറക്കുന്ന പുഴ അല്ലടാ, മറ്റേ നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ഷെയർലി കാണിച്ചതില്ലേ ചൈനയിലെ സംഭവം, അതേപോലത്തെ ഒരു സംഭവം. ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഈ കാണുന്ന വഴി കൂടിയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തും സഞ്ചരിച്ചുമൊക്കെ. ഇന്ന് നമ്മൾ നേരെ ഫ്ലൈ മൗണ്ടൻ കാണുന്നു. അതിന് ശേഷം ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 300 സംതിങ് കിലോമീറ്റർ ഉണ്ട് അൽമാട്ടിക്ക്. നേരെ അൽമാട്ടിക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് തിരിച്ചുള്ള സമയമായി യൂറോപ്പിലേക്ക്. അപ്പോൾ നമ്മൾ പാർക്കിങ് അതുപോലെ സംഭവങ്ങൾ, ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. പിന്നെ നമുക്ക് പോകുന്ന ഫ്ലൈറ്റിന് ബാഗേജ് കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാഗേജ് സംഭവമൊക്കെ ചെയ്യണം. ലിബിൻ നിധി തപ്പു കേട്ടോ. കിട്ടിയോടാ? നീ നിധി തപ്പ്, നിനക്ക് നിധിനെ കിട്ടും. രാവിലെ ഒരു കുത്തു മേടിക്കുവാണ്, അവിടെ അടങ്ങിയിരിക്കാലോ. ഗൈസ്, അപ്പം നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. എൻ്റെ ഷൂ ഞാൻ എടുത്തു വെക്കട്ടെ, ഉണങ്ങിയല്ല കേട്ടോ. അതിന് അൽമാട്ടി കൊണ്ട് ഉണക്കാം. ഫുള്ള് നനഞ്ഞ് കുളമായിപ്പോയി. എല്ലാം ഇതിന് റെഡിയാക്കി എടുക്കണം. ഇവിടെ ഇരുന്നോട്ടെ. എന്റെ അണ്ടർ ആർമർ ആട്ടോ. ഇവിടുത്തെ ഒരു കല്ലാണ്, 1 കോടി രൂപ വിലയുണ്ട്. ഇതൊക്കെ ചൈനയെ കൊണ്ട് സൂപ്പർ ആയിട്ട് വിൽക്കാട്ടോ. കല്ലുകളോട് അമ്മമാർക്ക് ഭയങ്കര പ്രിയ. ഇത് കുപ്പിച്ചില്ലാടാ. അപ്പൊ നമ്മള് നേരെ പോവാണ്. നമ്മുടെ വണ്ടിക്ക് എണ്ണ വളരെ കുറവാണ്. ഇനിയിപ്പോ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് എണ്ണ അടിക്കണം. അതായത് ഇനി അങ്ങോട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള പമ്പുകളെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയ വലിയ പമ്പുകളുണ്ടാവില്ല. പൈസ കൊടുത്ത് അടിക്കണം. അല്ലാതെ പിന്നെ കാർഡൊന്നും ഉണ്ടാവില്ല. കയറിക്കോ. ഇന്നലത്തെ റോപ്പും കാര്യങ്ങളൊക്കെ അതേപോലെ ഇതേ കിടക്കുന്നു. എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്തു വെക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഇവിടുന്ന് വണ്ടി എടുക്കട്ടെ. ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കുന്നു, പോകുന്നു. ഇതുണ്ടോ, വണ്ടിയുടെ എണ്ണ നോക്കി വളരെ കുറവാട്ടോ. എണ്ണ എന്ന് പറഞ്ഞ സാധനമില്ല. ഇതുണ്ടോ, എണ്ണ കുറവാണ്. എണ്ണ ഇനി അടിക്കണം. ഏതായാലും സാധാരണ പമ്പ് കിട്ടുമായിരിക്കല്ലോടാ. സാധാരണ പമ്പ് ഇഷ്ടം 3 പമ്പുണ്ട് അതിനെ പോകുന്ന വഴിക്ക്. ഒരു 100 കിലോമീറ്റർ 100 കിലോമീറ്റർ എന്താണ് നമ്മുടെ വണ്ടി പോകും. ഗൈസ്, കസാക്കിസ്ഥാനിൽ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട്. ഇനി നമ്മൾ പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതായത് നമ്മള് പിന്നെ അൽമാട്ടിയുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. ഇപ്പൊ ഞങ്ങൾ നേരെ പോകുന്നത് അൽമാട്ടിക്കാണ്. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട്. തുണി അലക്കണം, ക്ലീൻ ചെയ്യണം, പോകുന്ന തുണി അതല്ല, നമുക്കാകെ 10 കിലോയുടെ ഇതേ ഉള്ളൂ. 20 കിലോ. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാണാൻ പോകാനുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇതാണ്. ഗൈസ്, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അത്ര വലിയ തിരക്കില്ല, അത്യാവശ്യത്തിനുള്ള തിരക്കുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഞങ്ങളുടെ വണ്ടി കൊണ്ടുവരട്ടെ. ഇതിനകത്തൊക്കെ മലയാളീസ് ഉണ്ടാവും കേട്ടോടാ. നിനക്ക് എന്താ തോന്നുന്നത്? ഇഷ്ടംപോലെ മലയാളീസ് വരുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഇഷ്ടം പോലെ മലയാളീസ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും, അല്ലേ ലിബിയെ? ഇത് കാറ്റിന് നല്ല കുറവുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കൂടി. ഞങ്ങൾ വണ്ടി ഇവിടെ ഒതുക്കി. ലിബിൻ വണ്ടി അടഞ്ഞോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്.
ആഹാ, വളരെ സന്തോഷം. എവിടെ ചെന്നാലും ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരും. നമ്മുടെ ഇന്ത്യൻ നമ്പർ പ്ലേറ്റ് അങ്ങനെ ഈ കുറി ഫേമസ് ആവും അല്ലടാ ലിവിനെ? നീ എന്നെ കാണിക്കുന്നത് അതിനാ? അത് അടയ്ക്കണ്ട, അത് അടയ്ക്കണ്ട. നീ ഇതിങ്ങനെ കൈ പിടിച്ചാൽ മാത്രം മതി. ഇവളെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് എല്ലാത്തിനും ഓവർ പണി അടിപ്പിക്കുക അല്ലേ? എന്താണ് ഇവരൊക്കെ രാജിവെച്ച് പോകുന്നത് ദൈവത്തിന് മാത്രം അറിയാം കേട്ടോ. 3 ദിവസമായിട്ട് ഒരേ പട്ടിപ്പണിയാണ് അല്ലേ ഗൈസ്? നമ്മൾ ഫൈനലി സ്ഥലം കാണാൻ വേണ്ടി പോകണം. വലിയ കാറ്റില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇത്ര നേരം വരെ ഒരു കാറ്റും ഒരു കോപ്പും ഇല്ലായിരുന്നു. ഇപ്പൊ മുടിഞ്ഞ കാറ്റ്. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുണ്ടോ? എന്ത് വേണം നമുക്ക് വെച്ചൊരു സാധനം നമുക്ക് ഇന്നലെ ഞങ്ങള് വിശപ്പടക്കി തന്നെയാണ് വിങ്സ്, അതായത് ഇന്നലെ ഞങ്ങള് വിശപ്പടക്കിയത് കോഴിയുടെ മറ്റേ നമ്മൾ കളയുന്ന ചിറകില്ലേ, ആ ചിറക് തിന്നാണ് വിശപ്പടക്കിയത്. ലിബി ഒന്നത് കഴിക്കുമല്ലോ, പക്ഷെ ഗതി കിട്ടാ പുലി ഇതായിട്ട് തന്നു. കോഴി കാല് പോലെ സംഭവം. ഇത് ഭയങ്കര ബ്യൂട്ടി ആണല്ലോടാ. ഇത് നല്ല ആഴ്ചയുണ്ടല്ലേ? തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, ബുധനാഴ്ച ഉണ്ട്. ഇത് കൊള്ളാട്ടോ. ഓ, ഇതാടാ സംഭവം. ഞാൻ അവിടുന്ന് വിചാരിച്ചല്ലേ ഇങ്ങനത്തെ സംഭവം. അവിടുന്ന് അതിൽ അങ്ങോട്ട് ഇറങ്ങി പോട്ടോ, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. സംഭവം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഓ, വളരെ നല്ല കാഴ്ചകൾ. ഓ, നല്ല യുവതികൾ, നല്ല യുവാക്കൾ, അങ്ങനെ കൂടെ എടുത്തു പറയണം. അല്ലെ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും പോയി നോക്കാമല്ലോ. ഇവിടെ ഡ്രോണുകളേ ഉള്ളു കേട്ടോ. ഇഷ്ടം പോലെ നല്ല നല്ല ഫ്ലൈയേഴ്സ് ഉണ്ട്. ആണ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഇറങ്ങാനുള്ള, അതായത് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. എല്ലാരും ഫോട്ടോയാണ്. പരുന്ത് ഇതിന്റെ അടുത്ത് മാത്രം പോകരുത്, അവന്റെ കണ്ണ് തുറന്നു കൊട്ടിട്ടുള്ള എല്ലാരും കൊത്തിക്കൊല്ലും. ഇത് പരുന്തിന്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കുന്നത്. പരുന്തിരിക്കുന്നു. ഇതാണല്ലോ പിന്നെ സംഭവം. ഓ, ഇതാണ് സംഭവം കേട്ടോ. താഴ്ച ഉണ്ടല്ലോ ഇതിന്, നല്ല ഡെപ്ത് ആട്ടോ ഇതിന്. പിന്നെ ബ്ലാക്ക് കനോൺ എന്ന് വന്നോട്ടോ പറഞ്ഞു. നമുക്കിനി നേരെ എതിർവശത്തോട്ട് നടക്കാം കേട്ടോ. ഇതുണ്ട് ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക്. ഓ, നല്ല യുവതികളും നല്ല യുവാക്കളും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റ്, ഭയങ്കര ആകാംക്ഷയായിട്ടോ നമ്മളെ കാണുമ്പോൾ. ഇവിടെയാണ് വണ്ടി ഇട്ടത്. ഇതിന്റെ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അവിടം വരെ കേട്ടോ. ഇത് ശരിക്കും ഉത്പാദിക്കുന്ന എവിടെയാണ്? ഇന്നലെ നമ്മൾ വണ്ടി കുടുങ്ങിയ സ്ഥലമില്ലേ, അവിടെ തൊട്ട് വരുന്ന സാധനമാണിത്. എടാ പിന്നെ വേറൊരു കേസുണ്ട്. ഇവിടെ വരുന്നവർക്കേ ഈ ടൂറിസ്റ്റിന്റെ കൂട്ടത്തില് വരുന്നെങ്കിൽ കണ്ട ഗൈഡുമാര് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? അയ്യോ, ഇത്ര സമയം ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. ഇവനെ അധികം സമയം കിട്ടൂല, ലിമിറ്റ് പീരീഡ്. അതിന് വേണ്ടി എല്ലാ സംഭവം ചെയ്യും. ഞങ്ങളെ പോലെ ഉള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ സമയം, ആരും നിയന്ത്രിക്കാനില്ല, നോ ഗൈഡ്. ആകെ ചൈനയിലുണ്ട്. ചൈന ഗൈഡിനൊക്കെ ഞങ്ങൾ അടിച്ചൊതുക്കി. അവിടെ ഞങ്ങൾ സ്നേഹം പകർന്നു നൽകി. സ്നേഹത്തിൽ ഞങ്ങൾ വീഴ്ത്തി കളഞ്ഞു. അതെ, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ കേട്ടോ. എന്തിലൊക്കെ മണാഗുണ കണ്ടോ, എല്ലാരും പോയി. തിരക്ക് പോയ പോക്ക് കണ്ടോ. പെട്ടെന്നല്ലേ 2-3 ബസ്സാ. പിന്നെ ബസ്സിന്റെ അകത്ത് ആൾക്കാർ വരുമ്പോഴാണ് ഇത്ര റഷ്. ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു തിരക്കും ഇല്ല. നീ പറഞ്ഞ വളരെ ശരിയാണ്. ഒരു ഗ്രൂപ്പ് പോയിട്ടോ. ഇതിപ്പം പടപട വരും, കാരണം ഇത് മോസ്റ്റ് ഐക്കോണിക്കൽ ഏരിയകളിലേക്ക് പോകുന്ന റൂട്ടാട്ടോ. ഇന്ന് കാലാവസ്ഥ അടിപൊളിയാട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ കാലാവസ്ഥ ഭയങ്കര കമ്പിത്തിരിയായിരുന്നു. ഓ, ഇതിൽ ഇറങ്ങാൻ പറ്റൂട്ടോടാ. ഓ, ഇത് വമ്പ സെറ്റപ്പാ. എല്ലാരും വിളിക്കുക. വന്നിട്ട് 10 മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. അതെ കേട്ടോ, എല്ലാരും തിരിച്ചു വിളിക്കുക. കാണിക്കുന്ന പരിപാടി ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോയാ അവക്ക് പോയി, വേറെ ആർക്ക് പോയി. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി കേട്ടോ ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ ലോകം ഫോട്ടോയുടെ ഒപ്പം. വെരി ഡേഞ്ചർ. ഒരു ഫോട്ടോ, 1 ഫോട്ടോ 1 ലൈഫ്. നോക്കൂ, അടിപൊളി കേട്ടോ. ഇവരൊന്നും പറഞ്ഞ സാധനം ഇല്ലെന്ന് മനസ്സിലായപ്പോ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി അതിന്റെ തുഞ്ചത്ത് ഇറങ്ങി എന്നിട്ട് ജീവിതം കളയുന്നതാണ് സംഭവം കേട്ടോ. ടിക്ടോക്കാ, ഒന്നും നോക്കണ്ട. ടിക്ടോക്ക് വീശു കേട്ടോ പുള്ളി. ടിക്ടോക്ക് അടിയാ. ഇതാണ് സംഭവം. ഇതാണ് ബ്ലാക്ക് കണ്ണോ. ഓ, ഇത് കൊള്ളാലോ. ഞാനൊരു കേസ് പറയട്ടെ. അവിടെ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ എന്താ കുഴപ്പം? നമ്മളെ പോലുള്ളവർ അത് ചെയ്യൂ. എങ്ങനെ പണി കുറയ്ക്കാം, എങ്ങനെ പണിയെടുക്കാൻ ജീവിക്കാം, ഇതിനെക്കുറിച്ച് ഞങ്ങൾ റിസർച്ച് നടത്തോട്ടോ. പക്ഷെ പണിയെടുക്കാൻ ജീവിക്കാൻ പറ്റൂല എന്നുള്ള റിസർച്ച് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ തോറ്റുപോയി കൈസ് അതിൽ. ഓ, ഇതിനൊന്നും വലിയ കട്ടിയില്ലടാവേ. ഒന്നുമില്ല, റോപ്പാ. അത് റോപ്പിന്റെ അല്ല, ഇത് നോക്കിയേ, വെറുതെ ഒരു കമ്പി പിടിച്ചിട്ടോ കേട്ടോ. പേരിനൊരു കമ്പി കൈസ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതങ്ങ് കുറേ ഉണ്ട്. ഓ, ഇത് ഭയങ്കര ലുക്കാ കേട്ടോ. സംഭവം ഭയങ്കര ഫോട്ടോജനിക്കാണ്. ഫോട്ടോ കമാൻ. ഇവിടെ ഞങ്ങൾ ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കും കേട്ടോ. സിനിമ നടന്മാരാ ഇവിടുത്തെ. ഭയങ്കര രാജവാഴ്ച ഞങ്ങൾ. അവർക്കൊരു വിഷമമുണ്ടോ അല്ലേ? പിന്നെ ഗൈസ്, നമ്മുടെ രാജ്യത്ത് മാത്രം കേട്ടോ ഡ്രോൺ പറത്തുന്ന ഏറ്റവും വിഷയം. ചൈനയിലും വലിയ വിഷയം ഞാൻ കണ്ടില്ല. അതിർത്തിയിലുണ്ട്,
ഇവിടെ ഒന്നും ഒരു വിഷയമില്ല കേട്ടോ. ഹോം റൂട്ട് അപ്ഡേറ്റഡ് ചേച്ചി പറഞ്ഞു. പോകട്ടെ പോയി ചേച്ചി മിനിക്കുട്ടി അങ്ങനെ മേലോട്ട് പൊങ്ങി പോകട്ടാ. അതിരില്ല സ്നേഹം മെല്ലെ നമ്മിൽ ചേരുമ്പോൾ കാണുന്നൊരു ലോകം തേടി മെല്ലെ പോകുന്നേ. ഇല്ലാ കാലം സ്വപ്നം കണ്ടത് നേടിയെടുക്കുമ്പോൾ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ. അങ്ങനെ മിനിക്കുട്ടി സക്സസ് ആയിട്ട് തിരിച്ചു വന്നു കേട്ടാ. മിനിക്കുട്ടി 5-6 വട്ടം സിഗ്നലിന് 5-6 ഇത് കാണിച്ചല്ലേ ഇവനെ. ഇവിടെ ഗൂഗിൾ സിഗ്നൽ അത്ര വലിയ ഇതില്ല, സ്ട്രെങ്ത് ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിക്കുഞ്ഞിന്റെ അത്രേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്ന പണിയോ സത്യം എവിടെ വേണേലും ഒളിഞ്ഞേറി എടുത്തോളൂ. എന്ത് പണി നടത്താട്ടോ. ഈ 3 പെമ്പിള്ളേർ ചെല്ലാത്തതിനാണ് അവിടെ കിടന്ന് ഈ ഹോണടി. ഭയങ്കര അലമ്പാട്ടോ, ഡ്രൈവർമാർ ഭയങ്കര ഹോണടിയാ. ഓ എന്റെ പൊന്നെ, നോക്കിക്കേ കിടന്ന് ഹോണടിക്കുന്നത്. എന്താ ഇവന്മാർക്ക് പറ്റിയേ? ശരിക്കും ഈ 3 പേരെ കൂട്ടാ പോട്ടുണ്ടെ ഞാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ, സഹായം കൊടുക്കും. ഗൈസ് നോക്ക് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുവാണേ. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും ഈ ഒരു ബ്ലാക്ക് കനൽ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഇന്നലെ കൂടുതലായിട്ട് ഗൂഗിളിൽ വഴി ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ഈ കെനോന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മലന്റെ അകത്ത് കിടക്കുന്ന ചെറിയ പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസൈൻ മൗണ്ടൻ പോലെ കറുത്ത കല്ലില്ലേ, അതിനാണ് ഈ ഫ്ലൈ മൗണ്ടൻ എന്ന് പറയുന്നത്. എവിടെയാ പഠിച്ചേ? ഞാന് വേറെ വല്ല സൈറ്റും ആയിരിക്കും നീ കണ്ടത്. ഇവിടെയൊക്കെ ആൾക്കാർ മെയിൻ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പാടില്ല, പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അറ്റത്തോട്ടൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവിടം വരെ. ഇവിടുത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഐക്കോണിക്കൽ സംഭവം തോന്നുന്നു, പാറ. ആ പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വലിയൊരു സംഭവം തോന്നുന്നു. അതായിരിക്കും ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. നീ ഓവർ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഇങ്ങോട്ടില്ല, ഞാൻ വേണം എഡിറ്റ് ചെയ്തത്. ഇവിടെ എന്തോരം പഴയ വണ്ടികൾ ഉപയോഗിക്കുന്നത്. ഇതേ ബെൻസ് 124 കിടക്കുന്നു, ഇഷ്ടം പോലെ കിടന്ന് പുലിക്കുഞ്ഞ് പോലെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഫൈനലി അടുത്തെത്തി. നേരെ തിരിച്ചിറങ്ങട്ടെ, കാരണം വൈകുന്നേരത്തിന് മുമ്പേ. ഹായ് ബ്രദർ, യു നോ ദിസ് റഷ്യൻ ട്രക്ക് ഈസ് കമ്മിങ്, റഷ്യൻ വാൻ ഈസ് കമ്മിങ് ആൻഡ് റിക്കവറിങ്. ഇവനെ പുള്ളിനെ മനസ്സിലായോ? ഇന്നലെ നമ്മുടെ വണ്ടി വലിച്ചു തന്നെ. How are you? Fine. I am watching, and I was trying to call to my brother who is working and to ask how did they pass. What are they doing? How does it happen? They do 2.7. Yes. Guys, ആ സോവിയറ്റ് റഷ്യൻ വാന് 2.7 എഞ്ചിൻ ഉള്ളു കേട്ടോ. പക്ഷെ അതിന്റെ എഞ്ചിൻ തന്നെ ഇത്ര പവർന്ന് പുള്ളിക്ക് പോലും അറിയില്ലെന്ന് പറഞ്ഞ്. ഓക്കെ, ഐ ലീവ് ഇറ്റ് ഇൻ Almaty. Going Almaty. Thank you. Meet again. Because mine is 4-0, but couldn't. വണ്ടി എടുത്തു, ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളെ കാണാൻ നേരത്ത്. എന്നിട്ട് ആൾക്കാർ ഞങ്ങൾ പറയും ഐ ലവ് യു. അപ്പൊ ഞങ്ങൾ ഐ ടു ലവ് യു അല്ലേ ലിപി? എല്ലാരും കൂടെ വീട്ടിലോട്ട് വരുവാന്നാ ഡൗട്ട്. ഒരു ദിവസം വെള്ളം എന്തിനാ കുടിക്കുന്നത്? വെള്ളമൊക്കെ കഴിഞ്ഞു. അങ്ങനെ പറയല്ലേ, ഇന്നലെ നീ 2-3 കുപ്പി നിറച്ചു വെച്ചാ. ആ കുപ്പി ഞാൻ ഇപ്പൊ നിറയ്ക്കാം. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ വലിയ ചൈനയിൽ നിന്ന് മേടിച്ചോണ്ടോന്നാ എന്റെ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ചൈനയിലെ വെള്ളം ഇവിടുത്തെ വെള്ളം തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാ പറയാൻ പറ്റുമോ? നമുക്ക് ടീ മേടിക്കണ്ടേ? ടീ മേടിക്കണം. സൂപ്പർ മാർക്കറ്റ് ഏറ്റവും ചീപ്പാട്ടോ ടീ മേടിച്ചാൽ മതി. ലാംഗ്വേജ് ഒക്കെ ചേച്ചിമാർ ഓടിച്ചോണ്ട് ഇവിടെ കൊതി വന്നു. ലാംഗ്വേജ് ചാത്തം വന്നായിരുന്നു, അത് അങ്ങോട്ട് പോയി. അത് ചൈനയുടെ വണ്ടി. നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല, നമ്മളൊരു ഊഹത്തിൽ അങ്ങ് പോവുകയാണ് അൽമാട്ടിക്ക്. അതിനെ റേഞ്ച് ഇല്ല ഇവിടെ. കഴിഞ്ഞ ദിവസം വന്നൊരു ഊഹത്തിന് ഈ കാണുന്ന വഴി അങ്ങ് പോവുകയാണ്, റേഞ്ച് ഒന്നും ഇല്ല. ചില വില്ലേജുകളിൽ 2-3 വീടൊക്കെ ഉള്ള സ്ഥലത്ത് ചിലപ്പം കിട്ടും. നോക്കൂ, നമുക്ക് എണ്ണ കുറവാണ്. ഇനി ഇവിടുന്നുണ്ടല്ലോ അത്യാവശ്യം കിലോമീറ്റർ ഓടിയാലേ ഒരു പമ്പ് ഉള്ളൂ. കഴിഞ്ഞ ദിവസം വന്നൊരു ഓർമ്മയുണ്ട്, ആ ഒരു ഓർമ്മയിൽ ഒരു പമ്പ് ഞാൻ അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സെയിം സിറ്റുവേഷൻ ഉണ്ടായത്. ഇനി അവിടെ നിന്ന് എണ്ണ അടിക്കണം, നമ്മുടെ അടുത്ത് പൈസ കുറവാണ്. ആ പൈസക്ക് വേണം അടിക്കാൻ വേണ്ടി. ഇല്ല അത് അങ്ങ് ഹൈവേല. ഗൈസ്, അങ്ങനെയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. ഈ കാണുന്ന ഇവിടുന്ന് ഇനി നമുക്ക് ഇതേ സെയിം റൂട്ടാണ്. ഒരു രീതിയിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള വ്യത്യാസമില്ല. ഇതേപോലെ നമുക്ക് ഇനി കുറെ സഞ്ചരിക്കാനുണ്ട് കേട്ടോ. ഓ ഗായ്സ്, നമ്മൾ ഇതേപോലുള്ള സ്ട്രെയിറ്റ് റോഡിൽ കൂടെ കേട്ടോ പാസ് ആയി പോകുന്നത്. ഇത് നമ്മുടെ ക്യാമറയുടെ ഐഫോണിന്റെ 5S സൂമിങ് കേട്ടോ. അതായത് ഏകദേശം 1.5 കിലോമീറ്റർ ഇങ്ങനെ പോലത്തെ റോഡാണ് കേട്ടോ. ഇങ്ങോട്ട് വരാൻ നേരത്ത് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് നല്ല സൂപ്പർ റോഡ് എന്ന് വെച്ചാൽ അന്യ റോഡ് കേട്ടോ.
വണ്ടിയൊക്കെ ആണെങ്കിൽ 100-150 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിലെ വരുന്നത്. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഈ റോഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകാൻ വേണ്ടി. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ മൗണ്ടൻസ് ആട്ടോ. അതായത് പ്രത്യേക രീതിയിലുള്ള നല്ല കിടിലൻ മലകൾ. നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത കിടിലൻ മലകൾ കേട്ടോ. അതായത് ഞങ്ങള് ഈ കാണുന്ന ഇതിലാണ് വന്നത്. നല്ല കിടിലൻ സ്ഥലം എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലമാണ്. ഇങ്ങോട്ടുണ്ടല്ലോ നല്ല കിടിലൻ ലുക്കുള്ള നല്ല കിടിലൻ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ ബ്ലാക്ക്, പിന്നെ കോയിൻ, അതുപോലെ തന്നെ പിന്നെ യെല്ലോ, അങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. ഇത് പിന്നെ കയോൺ പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല, വർത്താനം കിട്ടുന്നില്ലെന്നല്ലേ. നോക്ക്, നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ നേരെ താഴോട്ട് പോകണം. ഇതിന്റെ പീക്ക് കിടിലം കാഴ്ച ഒരു 10 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റും. ഈജിപ്തിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഈജിപ്തില് അല്ലെ, ഈജിപ്ത് നമുക്ക് നമ്മൾ സത്യം പറഞ്ഞ മേലോട്ട് പോകാൻ നേരത്ത് വേറൊരു രീതിയായിരുന്നു, ഇങ്ങോട്ട് വന്നും വേറൊരു രീതിയിലുള്ള ഭൂപ്രകൃതിയാണ്. ഇപ്പൊ അൽമാറ്റി മേഖലയ്ക്ക് വന്ന് വേറൊരു ഭൂപ്രകൃതി. ഓ മൈ ഗോഡ് ഗൈസ് നോക്കൂ, പിന്നെ വേറൊരു ഭൂപ്രകൃതി ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പുകൾ നമ്മൾ മേലോട്ട് വെക്കാൻ നല്ല പച്ചപ്പല്ലായിരുന്നു. ഇപ്പം വരാൻ നേരത്ത് മരുഭൂമി പോലത്തെ സ്ഥലമാണ് അല്ലേ. ടെറൈനുകൾ ഇങ്ങനെ കിലോമീറ്റർ ഇങ്ങനെ ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ആന്റണി ചങ്കരാതിക്ക് ഇതുപോലെ വാഹനങ്ങൾ പോകും. ട്രക്ടറാണോ അത്? നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇവിടെ നല്ല കിടിലൻ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നമുക്ക് നേരെ എന്റെ ഒരു ഡൗട്ട്, മല എങ്ങനെ കറുത്തു പോയേ അല്ലേ? എന്തേലൊക്കെ ഇതൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. മീൻസ് എന്തേലൊക്കെ അയിരോ ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന ഏരിയ ആയിരിക്കും. ഗൈസ് വേറൊരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നത്, ഇന്ന് നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നേരത്തെ നമുക്ക് അൽമാട്ടി ലക്ഷ്യമാക്കി സഞ്ചരിക്കണം. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾ വാഹനം നിർത്തി. ഇതാട്ടോ സംഭവം. അതായത് ഫ്ലൈ മൗണ്ടൻ അല്ല, ഇതിനൊരു പേരുണ്ടെന്ന്, ബ്ലാക്ക് കൗണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാട്ടോ. ബ്ലാക്ക് കൗൺ നമ്മൾ നേരത്തെ കണ്ടേ, ഇത് യെല്ലോ കൗണോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു സെറ്റപ്പ് ആട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാക്കുന്നതാണ് ഇവര്. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പുഴ ഒഴുകും. ഇത് കണ്ടോ, ഇവിടെ കിടിലൻ ലുക്ക് എന്ന് വെച്ചാൽ നല്ല കിടിലൻ ലുക്ക് സ്ഥലമാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. നമ്മൾ പോയ കൊയില ആ ഏരിയയിലേക്ക് ആൾക്കാർ ഏറ്റവും കൊയില അവിടെയാണ് ഏറ്റവും കൂടുതൽ ആള്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ രസം എന്ന് വെച്ചാൽ ഈ സ്ഥലമാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള മൗണ്ടൻസ് ആട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ. മൗണ്ടൻ ആയി വന്നത് എന്ത് രസമല്ലടാ കാണാൻ വേണ്ടി. ക്ലാസ്മേറ്റ് ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഇതേപോലത്തെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. നോക്കൂ, അങ്ങനത്തെ സംഭവത്തിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് സംഭവമാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിലൊക്കെ പുഴയും അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കും. ചേച്ചി ആ ഗ്യാപ്പിൽ അടിച്ചോണ്ടിരിക്കണല്ലോ ഫോട്ടോ. എല്ലായിടത്തും പരുന്താട്ടോ. ഈ പരുന്തിന്റെ കണ്ണ് കെട്ടിയിട്ടില്ല. അതിനോ അത് നോക്ക്, അസാമാന്യ പരുന്താട്ടോ. ഇല്ല, കണ്ണ് കെട്ടിയിട്ടില്ലല്ലോ. അതിന്റെ വമ്പം പരുന്താ, വലിയ പരുന്താട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള ഭൂപ്രകൃതി. പിന്നെ നമ്മുടെ 200-250 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ കാലാവസ്ഥയും ഇങ്ങനെ ഭൂമിയുടെ പ്രകൃതി എല്ലാം മാറുമെന്ന് വെച്ചിട്ട് പ്രത്യേക ആദിവാസം തന്നെയല്ലേ അത്. പ്രത്യേക സെറ്റപ്പാണ്. ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ ഞങ്ങളുടെ വാഹനത്തിന്റെ കൂടുതൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കി, ഇവിടെ എല്ലാരും കൊടുത്ത് ഫോട്ടോ എടുക്കാനുള്ള അവസരം കിട്ടും. എല്ലാരും വന്നു കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഫോട്ടോജനിക്കും അതുപോലെ തന്നെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ. വാഹനം നിർത്തി അവിടുന്ന് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അവിടെ കുറച്ചെന്തോ കാണാനുണ്ട്, പോയി കണ്ടിട്ട് വരട്ടെ. സാമാന്യ പരുത്ത് നോക്കി. ആദ്യമായിട്ടാ വളർത്തുന്ന ഒരു മറ്റേ ഇതിന്റെ കണ്ണ് കെട്ടായിരിക്കും. ഇതിന്റെ കണ്ണൊന്നും കെട്ടില്ല, ഇത് കൊത്തൂലടാ. ഇത് ഉമ്മയൊക്കെ കൊടുക്കുക നോക്കിയേ. എന്റെ പൊന്നെ, ഇണങ്ങിയ സാധനം കേട്ടോ, 100% ഇണങ്ങിയതാ. പിന്നെ വാ കോഴീനെ കൊണ്ടുതരും അല്ലേ. ഇതിലെ ഞങ്ങൾ നടന്നു പോവാട്ടോ. ഈ കാണുന്ന ഈ ഒരു വീതിയിൽ കൂടിയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. പുഴയൊക്കെ ഉണ്ടല്ലോ, ഇതെനിക്കൊന്ന് കലങ്ങി ഒഴുകുന്നോണ്ടായിരിക്കും, അല്ലെ നീല നിറത്തില് ഒരിക്കലും പറ്റൂല. കാര്യം എന്താന്ന് വെച്ചാൽ മേളിൽ ഒരിക്കലും മഴ നിൽക്കുന്നില്ല. ആ വശത്തോട്ട് എപ്പോഴും മഴ. അതായത് അവിടെ 11 മണി കഴിഞ്ഞിട്ട് പോകരുതെന്നാ പറയുന്നത്. നമ്മൾ പോയ സ്ഥലത്ത് നല്ല മഴ, എല്ലാ ദിവസവും മഴയാന്ന് പറഞ്ഞത്. ഞങ്ങളെ ഫ്രണ്ടിലേക്ക് നടന്നു നോക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വ്യൂ പോയിന്റുകൾ അല്ലേടാ ലിവിനെ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കളം മാറി കേട്ടോ. ഗൈസ് നോക്കൂ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മൊത്തത്തില് കളം മാറി. എന്റെ പൊന്നെ. ഓ ഗൈസ് നോക്കൂ, നേരത്തെ നമ്മൾ കണ്ട പോലെ അല്ല കേട്ടോ, മൊത്തത്തിൽ മാറി. നോക്കിയേ, എന്റെ പൊന്നെ ലിബിനെ പേടിച്ചേപ്പൻ ഗുഗേന്റെ എന്റെ പൊന്നെ നോക്കി, ഇതിനകത്ത് കയറി വീഡിയോ എടുത്ത് വേറെ രക്ഷയൊന്നുമില്ല. ഭയങ്കര കാറ്റാന്നേ, ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാ. എന്ത് രസമുള്ള വ്യൂ ആന്ന് നോക്കിയേ. ഓ ഗൈസ് നോക്കൂ, നല്ലൊരു രസം കേട്ടോ. അതോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഇത് കാണാൻ വേണ്ടി.
എനിക്ക് കസാക്കിസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ. ഗൈസ് നോക്കൂ, എന്തായാലും നല്ല കിടിലൻ സ്ഥലമാണ്. ഈ സ്ഥലത്തിനോട് വിട ചൊല്ലി ഞങ്ങൾ നേരെ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ഇപ്പുറം എവിടെ എത്തണം, അതായത് അൽമാട്ടി എത്തണം. എന്നിട്ട് നമുക്കൊരു പാർക്കിംഗ് ഒക്കെ സംഘടിപ്പിക്കണം. കാരണം അടുത്ത ദിവസം വാഹനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ്. ഇവിടെയൊക്കെ നോക്കണം, വേറെ രീതിയിലുള്ള സെറ്റപ്പാണ്. ഇതുണ്ടോ, ഒരു പ്രത്യേക ലുക്ക് സ്ഥലം കേട്ടോ. ഞാനൊരു കലാകാരനാണ്, ഇപ്പൊ ഇത് വരച്ചാനെ, പക്ഷെ അറിയത്തില്ല. അതാണ് പ്രശ്നം, കഴിവില്ലാത്തവരാണ്. ഞങ്ങൾ രണ്ടും കഴിവന്മാരാട്ടോ, കഴിവില്ല, അതുകൊണ്ട് കഴിവന്മാർ. എടാ നമ്മൾ കാണാതെ പോയൊരു സംഭവം നോക്കിയാ നീ, നോക്കിയേ. നിന്നോട് ഞാൻ പറഞ്ഞ എന്റെ പൊന്നെ, കൊത്തുപണി എടുത്തോലെ. എടാ അത് ഞാൻ ഇപ്പോഴാട്ടോടാ കാണുന്നത്. ഞാൻ നേരത്തെ പറയുന്നേ കൊത്തുപണി എടുത്ത പോലെ കേട്ടോ ഈ കാണുന്ന ഈ ഒരു മലകള്. അതെന്ത് സെറ്റപ്പാടാ. ഇപ്പം തന്നെ സെയിൽ ചെയ്യാം. നോക്കൂ, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഈ ഇവിടെ ഈ താഴ്ഭാഗത്ത് പച്ചപ്പുണ്ട്, അത് നല്ല രസമാണ്. എനിക്ക് തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് കടലിറങ്ങിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. കടലിറങ്ങിയ സ്ഥലങ്ങളിലാണ് സാധാരണ ഇങ്ങനെ കാണുന്നത്. ഈ കടലിന്റെ അടിഭാഗമൊക്കെ ഇങ്ങനെയാ കേട്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല. ശാസ്ത്രം എത്ര വളർന്നു കഴിഞ്ഞാലും, ലോകത്തിൽ എന്തൊക്കെ ഫെസിലിറ്റി വളർന്നു പറഞ്ഞാലും, അതല്ല ശാസ്ത്രം എത്ര വളർന്നെന്ന് പറഞ്ഞാൽ, ലോകം എത്ര വളർന്നാലും കടലിന്റെ അടിത്തട്ട് ഇന്നവരെ ആർക്കും വ്യക്തത തരാൻ പറ്റിയിട്ടില്ല, അളക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അതെ, ഇതുവരെ ഒരു ഉറപ്പില്ല ഒന്നിനും. പക്ഷെ ഒരു മനുഷ്യന് കടലിന്റെ അടിയിലോട്ട് പോകാൻ ഇത്ര പരിതാപം. അത് കഴിഞ്ഞ് നമ്മുടെ ചെവിയും സംഭവം, പിന്നെ നമ്മള് ദേഹം മൊത്തത്തോടെ പൊട്ടിത്തെറിക്കും. ഇങ്ങോട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക, വലിയ സേഫ്റ്റി ഒന്നുമില്ല. ചെരുപ്പങ്ങാനും തെന്നിപ്പോയി കഴിഞ്ഞാൽ പോയതാട്ടോ. ചെരുപ്പങ്ങാനും തെന്നിപ്പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയതാണ്. പിന്നെ വലിയ ഇതൊന്നും സംഭവിക്കൂല, നല്ല ഇതിന് കാലും കൈയൊക്കെ ഓടിയും. ഇതുണ്ടോ ഈ കാണുന്ന അടിച്ചൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു തെന്നൽ വെള്ളത്തിനകത്ത് ചവിട്ടി നോക്ക്, ഭയങ്കര തണുപ്പാട്ടോ. അതായത് ഇവിടെ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഫൈനലി ഞങ്ങൾ വണ്ടിയുടെ എത്തി. ഈ കാണുന്ന ബെൻസ് വോക്സ്വാഗൺ ആട്ടോ, ഹോങ്കോങ് രജിസ്ട്രേഷൻ. ഇഷ്ടംപോലെ പുറം വണ്ടികൾ കസാഖിസ്ഥാനിൽ വരുന്നുണ്ട്, എസ്പെഷ്യലി ചൈനീസ് വാഹനങ്ങൾ. ഭൂലോകം പായുന്നേ കാണാമറയത്തെന്നും ഈ നെഞ്ചം തീരം തേടുന്നേ, ഇടനെഞ്ചിൻ തീരം തേടി മഴവില്ലായി മാറും നേരം, ആരാരും കാണാതെ എന്നും ദൂരെ പോകും പോലെ. തന്നന്നം നാനാനേ താനാനാനേ നനന, തന്നന്നം നാനാനാനേ നാ. ഉണ്ടല്ലോ കസാഖിസ്ഥാൻ. ഇവിടുത്തെ പോലീസുകാരെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ. ഞങ്ങൾ നേരത്തെ തന്നെ ബെൽറ്റ് ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നിന്നു. എന്നിട്ട് ഞങ്ങളടുത്ത് പൈസ അടിക്കാൻ വേണ്ടി പല കളിയും നോക്കി. എന്നാ സംഭവം എന്ന് വെച്ചാല് ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹെഡ്ലൈറ്റ് നമ്മുടെ ഓൺ അല്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി ഇന്ത്യൻ വണ്ടിയാണ്, ഇന്ത്യൻ ലോയ്ക്ക് അനുസരിച്ചാണ് ഇത് നിർമ്മിച്ചത്. അപ്പൊ ഇതിന് ഹെഡ്ലൈറ്റ് സാധനം ഒന്നും ഓൺ ആവൂല, സാറ് വേണം വന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. കുറെ തന്ത്രം കുറെ കളിച്ചു നോക്കി. എന്റെ റഷ്യൻ, കസാഖിസ്ഥാൻ, എനിത്തിങ്, നിങ്ങൾ റഷ്യ എന്നാണെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് എവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ എന്നാ, ഹിന്ദുസ്ഥാനിയാന്ന് പറഞ്ഞു. പുള്ളി പല തന്ത്രം ഷൗട്ട് ചെയ്തൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, ഏറ്റില്ല, ഒത്തില്ല. ഡോർ തുറന്ന് സ്റ്റീറിംഗ് കാണിച്ചു കൊടുത്തു. ശരിക്കും പൊട്ടം കളിച്ചു കേട്ടോ, ഒത്തില്ല. ഗൈസ് നോക്കൂ, ലൈറ്റ് ഇടാത്തതിന് ഫൈൻ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. വണ്ടി തുറന്ന് സ്റ്റീറിംഗും സംഭവം കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് വിട്ട് പുള്ളി ചിരിച്ചു പോയിട്ടോ, കാരണം ഒത്തില്ലല്ലോ, കാശ് കിട്ടിയില്ല. വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് വന്നപ്പോ മെയിൻ ക്യാമറ ഓഫ് ചെയ്തോണ്ടോ പൈസക്ക് വേണ്ടി, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആണോ? ഗൈസ് ഇവരുടെ കയ്യിൽ എപ്പോഴും ക്യാമറ ഉണ്ട്, അത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ എടുത്തോണ്ട് വന്നത്. ഇങ്ങനെയായിരുന്നു ഒരു വണ്ടി ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കാൻ പറഞ്ഞു. ഞാൻ ഒതുക്കി. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അറിയാമോ, ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് സംസാരിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഊരി. ഞാൻ എന്റെ ഇതിന്റെ അകത്തുണ്ടല്ലോ, ഈ DVR-ന്റെ അകത്ത് അതിന്റെ ഫുട്ടേജ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് എടുത്ത് എന്താ സംഭവം എന്നുള്ളത് കാണിക്കാം. ഞങ്ങൾ നേരെ അൽമാട്ടിക്ക് പോവാണ്. ഇതേപോലത്തെ കുറെ സർക്കസുകൾ ഈ റോഡിൽ നടക്കുമെന്ന് ഞങ്ങൾക്ക് വന്ന് എൻട്രി അടിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായതാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ. നമ്മൾ ഇന്ത്യ കളിച്ചു വളർന്നവർക്ക് മറ്റു രാജ്യങ്ങൾ ഒരു വിഷയം നോക്കൂ. വരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ മാർക്കറ്റ് പോലത്തെ സംവിധാനമാണ്. അത്യാവശ്യം ഫുഡ് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത്.
ഉള്ളി, പച്ചക്കറി, സ്ട്രോബെറി. ഇവിടെ സ്ട്രോബെറി ഭയങ്കര ചീപ്പാട്ടോ, വലിയ പൈസ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓറഞ്ച്. എൻ്റെ ചെവി നോയിസ് ക്യാൻസലേഷൻ അടിച്ചിരിക്കുക കേട്ടോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എടാ ഹെഡ് ലാമ്പ് ഇട്ട് ഓണാടാ, ഓഫാക്കാം അവിടെ. ഞാൻ തുറന്നു, എൻ്റെ ഡോർ ഓപ്പൺ ആക്കി. ഇതേ ബെൻസ് പോകുന്നു. നോയിസ് ക്യാൻസലേഷൻ ഓണാണോ? എൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓണാ. എടാ ഈ സൈഡിലാണ് കേട്ടോ ഫുഡ്. ഇല്ലേ നടക്കാം ലിബിനെ, ലിബിനെ ഇങ്ങോട്ട് വാ, ഇതിലേ നടക്കാം. ഗൈസ് ഇവിടെ പല സൈസ് ഈ പാകിസ്ഥാൻ ടൈപ്പ് റൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാടാ. എന്തൊക്കെയാണോ ദൈവത്തിന്. ഇങ്ങോട്ടൊക്കെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഗ്രില്ല് അതുപോലുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങൾ. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ, മട്ടൺ ഇതേപോലെ കേട്ടോ. ഇത് എന്നെ സംഭവം തന്നെ ലിബിനെ, ഇവിടെ സെലക്ട് ചെയ്യാം. മട്ടനാ? ചിക്കൻ വിങ്സ്. വിങ്സ് വേണ്ട, ഇത് മട്ടൻ. ചോദിക്കാം ഇത് മട്ടനാണോ എന്നാന്നുള്ളത്. എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ കേട്ടോ സെറ്റപ്പ്. മെയിൻ ആൾക്കാർ ഇങ്ങനത്തെ സാധനം കഴിക്കുന്ന കാണും. നമ്മളെ ഒന്ന് നടന്നു നോക്കട്ടെ എന്തൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന്, എന്നിട്ട് എവിടുന്നേലും ഒന്ന് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇതെന്നാണ് ഇത്? ഇത് ബീഫാടാ. ബീഫാണോ ചിക്കനാണോ എനിക്കറിയത്തില്ല കേട്ടോ. ദിസ് ഈസ് ബീഫ് ഓർ മട്ടൺ? ദിസ് ഈസ് ബീഫ്. മട്ടൻ. മട്ടൻ മേ എന്ന് പറഞ്ഞാൽ മട്ടൻ. ബീഫ് 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 ബീഫ്. അവൻ്റെ രക്ഷയില്ല. വാ, അപ്പൊ നമുക്ക് ഭാഷ അറിയില്ലല്ലോ. ഇവിടെ എങ്ങാനും ഇത് പിന്നെ അന്തർജാലത്തിൽ, അതായത് ഇത് നല്ലതാന്ന് തോന്നുന്നുണ്ടോടാ. ഷവായി ചിക്കനാ വേണോടാ ലിബിന്? താല്പര്യമില്ല, ബീഫ് മതി. അവന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇതിങ്ങനെ അത്യാവശ്യം അത്ര വലിയതൊന്നുമല്ല, അത്യാവശ്യം നീളമുണ്ട്. ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ബ്രെഡ്, ആ ഉള്ളിൽ ബീഫ് വെച്ചാക്കുന്ന, ചിക്കൻ വെച്ചാക്കുന്ന സാധനങ്ങളൊക്കെ. ഇത് ഞങ്ങൾ കഴിച്ചു മടുത്താ ഗൈസ്. ഇവിടെ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. എടാ ലിബിയേ, എന്നാ കഴിക്കുന്നത്? അതിന് ബീഫ് കിട്ടണ്ടേ? മട്ടൻ മതിയോടാ ഗൈസ്. ഇത് കണ്ടോ ഈ കാണുന്ന എന്നടാ കുട്ടികൾക്കുള്ള ടോയ് അതുപോലത്തെ സംഭവങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥാപനങ്ങളുണ്ട്, സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പുകയൊന്നും അവിടുന്ന് പുകയില്ല. പുക നോക്കി ഞങ്ങൾ നോക്കിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ആകെ അപ്രോക്സിമേറ്റ് ഇവിടുത്തെ ഒരു 10-12,000 20,000 20 30,000 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മതിയായിരിക്കും അറിയില്ല. ഇതൊക്കെ ഫുഡ് കിട്ടുന്ന ഏരിയ കേട്ടോ. വലിയ ആളൊന്നും കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റിൽ ശ്രദ്ധിച്ചോ, ആളും പേരൊക്കെ വളരെ കുറവാണ്. വളരെ ആളും പേരും കുറവാട്ടോ. അവിടെ ഇവിടെ മട്ടന് അല്ലെ ചിക്കൻ, ഈ രണ്ട് സാധനം ഉള്ളടാ ലിബിനെ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതൊക്കെ മട്ടനാടാ അല്ലേ? ഇതെന്നാ കണ്ടിട്ട് ചോദിച്ചു നോക്കാം, മട്ടനാണോ ചിക്കനാണോ? അവിടെ നോക്കാനായിട്ട് ആളില്ല, ഭയങ്കര ചൂടാട്ടോ. പണിയെടുക്കുന്നവൻ്റെ അടപ്പ് തെറിക്കും. ഇവിടെ എന്നാ? ഇവിടെയോ? ദിസ് വൺ മട്ടൻ ഓർ ചിക്കൻ? ബീഫ് ബീഫ് ബീഫ്. എല്ലായിടത്തും ഉള്ളൂ, വേറെ എന്തും ഇല്ല. നമുക്ക് അവിടെ കൂടെ നോക്കിട്ട് പോവാം. ആണോ? എല്ലായിടത്തും മേ ഉള്ളൂ കേട്ടോ. എന്താ ചെയ്യാ? ഇപ്പം മട്ടൻ കഴിക്കാല്ലേ? ഇപ്പം മട്ടൻ കഴിക്കാല. മട്ടനാടാ, മണം കണ്ടില്ലേ? മട്ടനാ. ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ. ഇനി ഫ്രണ്ടിൽ 2 ഉണ്ട്. അവിടെ കൂടെ പരാജയപ്പെട്ട എന്ത് ചെയ്യും? അവിടെ കൂടെ പരാജയപ്പെട്ടിട്ടുണ്ട്. നീ മട്ടൻ കഴിക്കുന്നു, ഞാൻ പോയിട്ട് ബണ്ണ് പോയി കഴിക്കുന്നു. ഞങ്ങൾ വീണ്ടും നടന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ഈ പറഞ്ഞ സാധനം കാണുന്നില്ല കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ചെറുതാട്ടോ. ഇവിടെ ഒരു കട കിട്ടി. ഇനി ഇവിടെ ചോദിക്കട്ടെ. ഇവിടെ 2-3 കടയും കൂടെ ഉള്ളൂ. അതോടുകൂടി ഇത് അസ്തമിച്ചു കേട്ടോ. ഇത് എന്നാടാ ഇതിനെ? ഇതും അത് തന്നെയാടാ, മേയാ. മറ്റേ പശുവില്ല. സലാഡ്. വാട്ട് സലാഡ്? നോ ദിസ് വൺ. എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാറില്ല. ലിബി 3 ഗതികെട്ട് ലാസ്റ്റ് 3 ചിക്കൻ പറഞ്ഞു. അത് ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ആക്കി തരും കേട്ടോ. ഇത് തന്നെയാണ് ഇതിന്റെ സെറ്റപ്പ്. അല്ല, അവിടുന്ന് എങ്ങനെ ഇങ്ങനെ വരുന്നത്? അറിയത്തില്ല. ഇല്ല, ഈ സാധനത്തിന്റെ കനലാണല്ലോ അതിന്റെ മെയിൻ. അപ്പൊ കത്തിച്ചതിന്റെ കനലെടുക്കും, എന്നിട്ട് ഇങ്ങനെ വലിച്ചു വിറകത്തെ കത്തിച്ചിട്ടുണ്ടല്ലോ. ബുദ്ധിമാനം അല്ലടാ, വിറകത്തെ കത്തിച്ചിട്ട് അവിടുന്ന് കനലെടുത്തിട്ട് അതുകൊണ്ട് അത് ചൂടാക്കി. ഞാനും പറഞ്ഞു 3. ഞാൻ പോകത്തൊന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ കേട്ടോ.
എൻ്റെ കുഞ്ഞുകുട്ടി ഇവിടെ കിടപ്പുണ്ട്. എന്ത് രസം നോക്കിയാൽ കിടക്കുന്നത് കാണാൻ വേണ്ടി. ഇനി ഇവിടുന്ന് വലിയ ദൂരമില്ല കേട്ടോ. ഇനി എത്ര ഉണ്ട്? നമുക്ക് നാളെ പോകട്ടോ അൽമാട്ടിക്ക്. 300 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നല്ലേ? 100. സിറ്റ് ഡൗൺ കമാൺ. എനിക്കാണ് ഇതേപോലത്തെ സ്ഥലങ്ങൾ കിട്ടും. ഇവിടെ ഇരുന്നോ മോനെന്ന് പറഞ്ഞില്ല, അടിച്ച് പല്ല് കളിക്കുന്നു. എടാ ഇവിടുത്തെ ഇരിപ്പ് വ്യത്യാസമാടാ. അത് തന്നെ ഇങ്ങനെ ഇതേ ചമ്പരം പടിഞ്ഞിരിക്കാം. ഇത് നമ്മുടെ നാട്ടിലെ ധാബകളിൽ ഇരിക്കുന്ന പോലെയാണല്ലോ. നമുക്ക് ഇവിടെ ഇരിക്കാടാ. ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട്. ഇതാകുമ്പം വളരെ മനോഹരം. ആണോ? ഭക്ഷണം കഴിക്കാൻ ഇതിൻ്റെ അകത്ത് മുളകാണോ അത്? ഇത് മുളക്. ഈ മുളക് കൂട്ടി പിടിക്കാടാ. ഇത് ഉപ്പ്. ഇത് പഞ്ചസാര. അതെന്തിനാ? ഇതെന്തിനാ? ചായ കുടിക്കാനായി. ഇവിടുത്തെ ഒക്കെ കാഴ്ചകൾ അടിപൊളിയാട്ടോ. ഇവിടെ വലിയ റഷില്ല കേട്ടോ. കുറേ കടകളുണ്ട്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ നല്ല നാച്ചുറൽ വെള്ളം, ഇത് ട്രഡീഷണൽ വസ്ത്രം ഇട്ട് പോകുന്ന ആൾക്കാരാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ അടിപൊളിയാട്ടോ. ഇതെന്താണോ ഇതെന്താ മരം? പൈൻ മരമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിനക്കെന്താ? ഇത് പൈമരമാണെന്ന് തോന്നുന്നു. ഇവിടെ കാറ്റ് ഭയങ്കരമായിട്ട് വീശുന്നുണ്ട്. ഈ കാറ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനുള്ളൂ. കാറ്റേ നീ വീശി ഓല പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടുതൽ ബ്രെഡ് കിട്ടി. ലിബിനെ, ബണ്ണാണോ റൊട്ടിയാണോ? ഇത് എനിക്ക് തോന്നുന്നത് ബണ്ണാണെന്ന് തോന്നുന്നത്. ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ ഇവിടെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ ഭയങ്കര ചീപ്പാണ്. നോക്കി കഴിക്കണമെന്നേ ഉള്ളൂ. അതായത് ഏജന്റ് പാലോട് പോയി കഴിക്കരുത്. ഇതുണ്ടോ നല്ല കിടിലൻ. ഇതിന്റെ കൂടെ റൊട്ടി വലിയ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. ഇവർ തന്നെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ സലാഡ്. ഈ സലാഡ് എന്നാ നിനക്ക് മനസ്സിലായോ? ഇല്ല. ഇത് ഉള്ളിയും ഇതിന്റെ അകത്ത് മറ്റേ ഇത് ഇട്ടിട്ടുണ്ട്. സാധനം കിട്ടി. ഇതാണ് സാധനം. ഇതാണ് മട്ടൻ. ഇതാണ് മട്ടൻ. കൊക്കരക്കോ. സാധനം കിട്ടി. ഗിവ് മീ ദിസ് വൺ. ബോൾ ദിസ് വൺ. ഭാഗ്യം അത് കിട്ടിയ. എടാ ലിബിനെ, ഇത് വിനാഗിരിയാ. വിനാഗിരി ഈ മുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ചമ്മന്തി. ഇത് നല്ല രസമുണ്ടല്ലോ. ചിക്കനും ബ്രെഡും കൂടെ കഴിക്കടാ. ഇത് നമ്മുടെ തന്തൂരി ചിക്കൻ ഇല്ല, അതിന്റെ വിട്ട് ചന്തൂരി അല്ല, തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെ. പിള്ളേരെ കണ്ടപ്പോ നിന്റെ ബോധം പോയിടാ കുട്ടാ. ഇല്ല അവർ ചിരിയിൽ ഞാൻ മയങ്ങിയില്ല. മയങ്ങൂല. ഷേർലി പിണങ്ങും. ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് അത്യാവശ്യം കൊള്ളാട്ടോ. എങ്ങനെയുണ്ടാ ഈ സാധനം? സത്യം പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ്. ഈ സാധനം നീ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നീ പറയണം. മുളകാട്ടോ. ഇച്ചിരി മുളക് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഇത് ഉപ്പ് തന്നെ അല്ലേടാ? അത് ഉപ്പ്. ഉപ്പല്ലേ? ഈ കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. പിന്നെ ഇത് വിനാഗിരിയാ. സെറ്റാക്ക്. നമുക്ക് നല്ല മുളകരച്ച ഉണ്ടാക്കാം. ചോറും കൂടെ കിട്ടുമായിരുന്നാൽ ചോറും മുളകരച്ചും കൂടെ കഴിക്കായിരുന്നല്ലേ? കപ്പയും കൂടെ കിട്ടിയാൽ ബെസ്റ്റ് ആയിരുന്നു. അതെ, കപ്പയ്ക്ക് പറ്റിയ സാധനം കേട്ടോ. ഇത് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ആക്കി എന്നിട്ട് ഇത് മുക്കി അടിക്കാം. അടിപൊളിയായിരിക്കും. ഇതണ്ട മുളകരച്ചത് റെഡി. കഴിച്ച് നോക്കൂ, മുളകരച്ചത് റെഡി ആയിട്ടോ. ഇതാണ് മട്ടൻ. എങ്ങനെയുണ്ട്? ഇവിടെ ഏറ്റവും കൂടുതൽ മട്ടൺ കേട്ടോ. കുരുമുളക് പൊടി, പെപ്പർ. അടിപൊളി സാധനം കേട്ടോ. ഇവര് ഭയങ്കര കോർപ്പറേറ്റ് ആൾക്കാരല്ലേ? ഉപ്പ് ചില സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒഴിച്ചോട്ടെ. അടിപൊളി. ഇതെങ്ങനെയുണ്ട്? നമ്മളെ മുളകരച്ചത്. മട്ടൻ എങ്ങനെയുണ്ടെന്ന് ട്രഷടാ. മട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരിയാടാണ്. മനസ്സിലായില്ല ഇവിടെ എന്താ ഏറ്റവും കൂടുതൽ മട്ടൺ ഉള്ളത്. അതുപോലെ ആൾക്കാർ കഴിക്കുക ഗ്രില്ല് ചെയ്ത്. അതായിരിക്കും ഒരു ആരോഗ്യം കേട്ടോ. ഇവന് ചെമ്പരിയാടിന്റെ ഇറച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇറച്ചിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വെച്ചിരുന്നത് സാധാ ഇറച്ചിയാണ്. ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചാൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. അത്യാവശ്യം ഏറ്റവും കൂടുതൽ വെറുതെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം അല്ലേ? ചെറി 750 രൂപ. 750. ഇതിനോ? ദിസ് വൺ Is this kilogram? കിലോഗ്രാം. ഹൗ മച്ച്? 850 kilogram. എത്ര വിന? 850 രൂപ. നമുക്ക് നടക്കാം. ഓ ഗായ്സ്, ഈ സാധനം ചേച്ചിയുടെ സ്നേഹസമ്മാനമായിട്ട് ചേച്ചി ഒന്ന് തന്നു. എങ്ങനെയുണ്ട് എന്നെ സാധനം? നല്ല ഉടുക്കത്തെ പുളി. ആരാടാ ചെറിക്ക് മധുരം എന്ന് പറഞ്ഞ? ചെറിക്ക് മധുരം ആയിരിക്കൂല. ഇത് നല്ല ഔഷധ ഗുണങ്ങളുള്ള സാധനം കേട്ടോ. ഇത് നാട്ടിൽ തീരുന്നു. നിന്റെ പല്ലൊക്കെ വേറെ കളറായി. നല്ല സ്വയംഭ സാധനം കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനം ഇത്. ഏറ്റവും ചീപ്പ്. നമ്മുടെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയപ്പോ എല്ലാരും നോക്കിയിരിക്കുന്നേ.
എന്റെ ഭംഗി കണ്ടിട്ടായിരിക്കും. അങ്ങോട്ട് നോക്കി, ആ കടയിലേക്കൊക്കെ ആൾക്കാർ നോക്കിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇത് ഓടിക്കുന്നതെന്നുള്ളതായിരിക്കും ഒരു അത്ഭുതം. അത് തന്നെയായിരിക്കും. മറ്റേ ഡ്രൈവിംഗ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടല്ലോ ഇവനെ. ഡ്രൈവിംഗ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടല്ലോ. ബോയ്സ്, നമ്മൾ ഇവിടുന്ന് വാഹനം എടുക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാൻ. ആ ചേച്ചി ഒന്ന് മാറ്റി തന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോകായിരുന്നു അല്ലേ? മാറ്റി തന്നു. അപ്പച്ചനാ കേട്ടോ അവന്, അതാ ഇച്ചിരി സ്ലോ. ഈ കാണുന്ന ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ പോവാണ്. ഇവിടെ ഇത്ര കിട്ടുള്ളൂ. ഇവിടെ സ്ട്രോബെറി കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും. സ്ട്രോബെറി ചീപ്പ്, നാട്ടിലത്തെ 200 രൂപ. മട്ടൺ കിട്ടും, പിന്നെ ചിക്കൻ കിട്ടും, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. അതെല്ലാം വേറെ ഒന്നും കിട്ടത്തില്ല. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഹൈവേയിലേക്ക് യാത്ര ചെയ്യുക കേട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഹൈവേ കയറിയിരിക്കുകയാണ്. അൽമാറ്റിക്ക് വന്ന റൂട്ട് കേട്ടോ ഇത്. അതായത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ്. നോക്കണേ, ഉണ്ടോ? ട്രക്കുണ്ടോ നോക്കിയാൽ മതി. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മൾ അൽമാറ്റിക്ക് പോകുന്ന റൂട്ടിൽ കയറിയിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞുമലയൊക്കെ കണ്ടത് നമ്മൾ പോയ ആ കോൺസായി ലേക്കിന്റെ ആ ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ 138 കിലോമീറ്റർ ഉള്ളു അൽമാറ്റിക്ക്. പക്ഷെ ഇന്ന് ഞങ്ങൾ അൽമാറ്റിക്ക് പോകുന്നില്ല. 110 കിലോമീറ്റർ സ്പീഡിൽ നമ്മുടെ വണ്ടിയുടെ മാക്സിമം സ്പീഡിൽ നമുക്ക് ഓടിക്കാം. എടാ ലിവിനെ, ഇന്ന് നമുക്ക് വണ്ടി വൃത്തിയാക്കി ഏതെങ്കിലും റോയൽ പെട്രോളിൽ കിടന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ കയറ്റി അങ്ങ് പോവാം. അതായിരിക്കും നല്ല. റോയൽ പെട്രോൾ രാജാവിന്റെ സ്ഥലത്ത് തന്നെ നമുക്ക് കിടന്നുറങ്ങാം. ആ സന്തോഷം വേറെ ഒന്നിനും കിട്ടൂല. എന്തായാലും ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് വാഹനം ഓടിക്കാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ വീഡിയോ തലങ്ങനെയും വിലങ്ങനെയാണല്ലോ അവൻ എടുക്കുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവനെ ഇച്ചിരി മുന്നോട്ട് കയറ്റിയേ. ഇവിടെ വെച്ച് പരിചയപ്പെട്ട ചേട്ടനാണ്. വാട്ട് ഈസ് യുവർ നെയിം? ഹലോ സാർ. ഹായ്. പുള്ളി പോർഷെ കേട്ടോ. എൻ്റെ അമ്മ 1,75,00,000 രൂപയാണ് ഈ കാണുന്ന പോർഷയുടെ ഇവിടുത്തെ വില. പുള്ളി ഇവിടുത്തെ എന്താ വലിയ കോടീശ്വരൻ കേട്ടോ. പുള്ളി ഇത് കണ്ടിട്ട് പുള്ളിക്ക് ഹായ് ആ ഗൈസ് നോക്ക്, ഭയങ്കര സന്തോഷം. എന്നിട്ട് പുള്ളി എന്നോട് പറയാം, എനിക്ക് കുറെ കാറുകളുണ്ട് പക്ഷെ എനിക്ക് ഇതേപോലെ പോകാൻ പറ്റുന്നില്ലല്ലോ. പുള്ളി ഭയങ്കര വിഷമം പറിച്ചില്ല കേട്ടോ. ഞാൻ കുറെ പുള്ളിനെ സന്തോഷിപ്പിച്ചു. അല്ലല്ലോ ഇവനെ? ഇതിന്റെ പുതിയ വണ്ടി ഇതിന്റെ പുതിയ സാധനം ഉണ്ടെന്ന് പുള്ളി എടുത്ത് പറഞ്ഞു കേട്ടോ. ഞങ്ങളിവിടെ ഈ കാണുന്ന ഒരു പമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. പുള്ളി ഞങ്ങൾക്ക് ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചരാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഉണ്ട്, ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതേ പേര് കാണാം. ഇത് പുള്ളി റഷ്യക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗൈസ്, പുറത്ത് നല്ല മഴ കേട്ടോ. നല്ല കിട്ടില്ല മഴ. നിനക്ക് തന്നെ വേണ്ട ചാർജർ ഓണാക്കി. ഇതാട്ടോ ഞങ്ങളുടെ കറണ്ട് സപ്ലൈ. പോണോ? ആ ചാർജർ എടുക്കൂല, വേറെ എല്ലാം എടുക്കും. ഇതെടുക്കടാ, സാധാരണ എടുക്കടാ. എന്താ ഇത് കുത്തിക്കോ. ഗൈസ് നോക്കൂ, ഇവിടെ നല്ല രീതിയിലുള്ള മഴയാട്ടോ. എങ്ങനെയുണ്ട് ലിബി? അയ്യോ, കാറ്റെന്ന് പറഞ്ഞാൽ നേരത്തെ വണ്ടി എടുത്തിട്ട് വന്ന അത്രയും കാറ്റായിരുന്നു. ഗൈസ് ഭയങ്കരം കാറ്റാട്ടോ.